വൈകുന്നേരം ഈ ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കും ഒരു നേരമാവും കേട്ടോ. ഇന്നത്തെ സന്തോഷം എന്താ വെച്ചാൽ നമ്മൾ നേരെ പോണത് വലിയച്ചിരി മേട്ടനെയും ഫ്ലാറ്റിലേക്കാണ്. വൈദേഹി ഇറങ്ങി ഓട്ടോ വിളിച്ച് പോണ വഴിക്ക് അവിടെയും ബ്ലോക്ക്. അതിൻ്റെ ഇടയിൽ ഈ ഓട്ടോ ചേട്ടനും ലോറി ഡ്രൈവറും പരസ്പരം എന്തൊക്കെയോ ചീത്ത പറയുന്നുണ്ടായിരുന്നു. ഇന്ന് വല്യമ്മയും വലിച്ചിട്ടും തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. എത്തിയൊരു ഗ്ലാസ് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അവർക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള ക്യാബ് വന്നു. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് അവരിറങ്ങി. 8:50 കാർമലാരത്തു നിന്നാണ് ട്രെയിൻ. തൻ്റെ അമ്മമ്മയും മുത്തശ്ശനും എവിടേക്കോ ടാറ്റ പോവാന്ന് മനസ്സിലാക്കി കൃഷ്വി പിന്നെ ചെറുതായിട്ട് കരയാനും അവരെ പറ്റി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാനും തുടങ്ങി. അവളുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി നടക്കാനിറങ്ങിയപ്പോഴാണ് ഈ പുള്ളിക്കാരനെ കണ്ടുമുട്ടണത്. പേര് ലിയോന്ന് അത്രേ. എന്ത് ക്യൂട്ടല്ലേ കാണാൻ. തിരിച്ച് ഫ്ലാറ്റിലെത്തി ദോശയൊക്കെ കഴിച്ച് മേലെഴുകി വന്നു. പിന്നെ നമ്മൾ മീൻ കൂട്ടാനും മീൻ വറുത്തതും അരിനെല്ലിക്ക് അച്ചാറൊക്കെ കൂട്ടി ചോറുണ്ടു. എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് 2 പേജെങ്കിലും പുസ്തകം വായിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ഇതങ്ങനെ ഫോഴ്സ്ഫുള്ളി ചെയ്യണതൊന്നുമല്ല. ഇനിയിപ്പോൾ ചുമ്മാ പാട്ട് കേട്ട് കിടക്കാനോ ഇഷ്ടച്ചാൽ അങ്ങനെയായിരിക്കും. പിറ്റേ ദിവസം രാവിലെ നല്ല ഇഡ്ഡലിയും സാമ്പാറൊക്കെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. സന്തോഷത്തോടെ അതൊക്കെ കഴിച്ച് നല്ല സുന്ദരി കുട്ടിയായിട്ട് റെഡിയായി ഞാൻ ഓഫീസിലേക്ക് പോയിട്ടോ.